ഇന്നിപ്പോ എത്ര? 2025. 1135 മാൻമേഡാണ്. അനാസാഗറും മാൻമേഡാണ്, മനുഷ്യനിർമ്മിതമാണ്. പൃഥ്വിരാജിന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ അനാദേവ് എന്നാണ് അയാളുടെ പേര്. അയാൾ നിർമ്മിച്ചതാണ്. ഏത്? നാളെ ഇത് തിരിച്ചു പോകുമ്പോ ചോദിക്കും. അല്ലാതെ ഏതോ ആളോ എവിടെയോ അജ്മീർ പോയി തിരിച്ചു വരുമ്പോ ഞങ്ങളും പോയി എന്നല്ല പറയേണ്ടത്. എവിടെയൊക്കെ പോയി? അനാസാഗറിൽ പോയി. എന്താണ് അതിന്റെ ചരിത്രം? 2 വർത്താനം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനുള്ള ബോധമുള്ള ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. മിസ്ബാഹ് ഉസ്താദ് ബോധമുള്ളവരെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അള്ളാഹു ബോധം നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അനാദേവ്, അനാസാഗർ. അന കൂട്ടിയിട്ട് ദേവെന്നും കൂട്ടിയാൽ മതി. അനാദേവാണ് അപ്പാപ്പന്റെ പേര്, ഗ്രാൻഡ് ഫാദറിന്റെ പേര്. അയാൾ ഉണ്ടാക്കിയതാണ്. 14 കിലോമീറ്റർ വിസ്തീർണമുണ്ട്. 14 കിലോമീറ്റർ വിസ്തൃതി. അതിന്റെ ആഴം എത്രയാ? ശരാശരി 4.5, 4.5 മീറ്റർ ആഴം. അപ്പൊ വെറുതെ ഇറങ്ങാനൊന്നും നിൽക്കണ്ട. 4.5 മീറ്റർ ആഴമുണ്ട്. നല്ല ആഴമാണ്. അതിന്റെ സൈഡിലേക്ക് ഇനി നമ്മൾ ചെല്ലുമ്പോ കണ്ണെത്താ ദൂരത്ത് വെള്ളം കിടക്കുന്നുണ്ട്. ആ കണ്ണെത്താ ദൂരത്തുള്ള വെള്ളത്തെ ഒരു കൈക്കുമ്പിളിൽ ഒതുക്കിയ മഹാനാണ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി അൽ-അജ്മീരി അസ്-സജ്ജരി റളിയല്ലാഹു അൻഹു. അനാസാഗറിന്റെ ചരിത്രം അവിടെയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പരിധിയിൽ കിടക്കുന്ന വെള്ളത്തെ ഒരു കൈക്കുമ്പിളിൽ ഒതുക്കി. നടക്കുവോ വിചാരെ? നടക്കണമല്ലോ. ആ വഴിയിലൂടെ ആരാ കയറി വരുന്നത്? ആ വഴിയിലൂടെ കയറി വരുന്ന ആരാ? എല്ലാവരും പറ. കണ്ടുപിടിക്കല്ലേ? ഇല്ലല്ലോ. കണ്ണിന് പരിധിയുണ്ടല്ലോ. ഇവിടെ കാണുള്ളൂ, ഇവിടെ കാണൂല. അപ്പുറത്തെ കടയിൽ ഇപ്പൊ വറക്കുന്ന സാധനം നമ്മൾ കണ്ടല്ലോ. അതിന്റെ സ്മെൽ എന്താ? പിടിക്കുവോ? പിടിക്കൂല. ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ, ഇവിടെ എന്തോ ഒരു കഞ്ഞി ഉണ്ടാക്കിയിരുന്നു, അതിന്റെ സ്മെല്ല് പിടിക്കും. മൂക്കിന് പരിധിയുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ മക്ബറയിൽ പറയുന്നത് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? പറ. ചെവിക്ക് പരിധിയുണ്ട്, കണ്ണിന് പരിധിയുണ്ട്, മൂക്കിന് പരിധിയുണ്ട്, ചെവിക്ക് പരിധിയുണ്ട്. എങ്കിൽ ശാരീരിക സാമ്രാജ്യത്തിന്റെ കേന്ദ്ര ഓഫീസറാണ് ഹൃദയം. അതിനും പരിധിയുണ്ട്. അതുകൊണ്ട് ചിന്തിച്ചാൽ തങ്ങളും ഹാജാത്തങ്ങളും ഒക്കെ ഈ അത്ഭുതങ്ങളൊക്കെ എങ്ങനെ കാണിച്ചു? അന്റെ കൽബ് കൊണ്ട് ചിന്തിച്ചാൽ അത് തിരിയില്ല. നീ തെറ്റിപ്പോകും. എന്റെ കണ്ണിന് പരിധിയുണ്ടല്ലോ, ചെവിക്ക് പരിധിയുണ്ടല്ലോ, നാവിന് പരിധിയുണ്ടല്ലോ, മൂക്കിന് പരിധിയുണ്ടല്ലോ, ഹൃദയത്തിനും പരിധിയുണ്ട്. അതങ്ങ് വിശ്വസിക്കുക. അപ്പോഴാണ് വിശ്വാസിയാകുന്നത്. അള്ളാഹു നമ്മളെ വിശ്വാസികളിൽ പെടുത്തട്ടെ. മഹാനായ മുഹമ്മദ് അത്ഭുതങ്ങൾ ഒരുപാട് കാണിച്ചില്ലേ? അതിലൂടെയല്ലേ ഇസ്ലാം വന്നത്? ആണോ? ബറക്കത്തിന് വേണ്ടി നമുക്കൊന്ന് പറയാം. 2 മിനിറ്റ്. ഒരു വേടൻ പോകുന്നു, ഒരു മലഞ്ചെരുവിൽ താമസിക്കുന്ന വേടൻ പോകുന്നു. ആ വേടനെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കണം. അയാളുടെ തോളിൽ എന്താ കിടക്കുന്നത്? ഒരു ഉടുമ്പ്, ഒരു ലൊബ്. ദലായിലുൽ ഖൈറാത്ത് ഓതുന്നവരല്ലേ പലരും. അല്ലാഹുമ്മ സ്വല്ലി അലാ മൻ കല്ലമഹു ലൊബ്ബു ഫീ മജ്ലിസിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മൻ കല്ലമഹു ലൊബ്ബു ഫീ മജ്ലിസി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലവേടനോട് ഇസ്ലാം ആകണമെന്ന് പറഞ്ഞപ്പോ മലവേടൻ പറഞ്ഞ മറുപടി, അന്റെ മതത്തിൽ ഞാൻ വിശ്വസിക്കോ? എന്റെ തോളിൽ കിടക്കുന്ന ആ ലൊബുണ്ടല്ലോ, ഈ ഉടുമ്പ്, അതുപോലും വിശ്വസിക്കില്ലടാ മുഹമ്മദേ. അള്ളാന്റെ റസൂലിന്റെ സ്വർണ്ണ വിദ്രുമ പൊഞ്ചുണ്ടലക്കി പറഞ്ഞു, അതൊന്ന് താഴെ വെക്ക്. ആ മാനിനെ ഒന്ന് അടിച്ച് താഴെ വെക്ക്. ഓടിപ്പോകും. പോകില്ല. ഞാനാ പറയുന്നത്. ഓടിപ്പോകില്ല. താഴെ വെക്ക്. വെച്ചു. അള്ളാന്റെ റസൂല് ചോദിച്ചു, യാ ലൊബ്ബു മന്നന, യാ ലൊബ്ബു മന്നന, ആരാണ് ഞാൻ? ഉടുമ്പേ, ആരാണ് ഞാൻ? ആ സദസ്സ് മുഴുവൻ കേൾക്കുന്ന മാത്രയിൽ പറഞ്ഞു, അന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകാംഗീകരിച്ച ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതല്ലേ? അതേ ദലായിലുൽ ഖൈറാത്തിൽ പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ മൻ ഇൻസഖലഹുൽ ഖമർ. ചന്ദ്രനെ വളർത്തിയ നബിയാണ്. ആ നബിക്ക് സ്വലാത്തു സലാം ഉണ്ടാവട്ടെ. മക്കത്ത് പോയവരല്ലേ, പോകാൻ ഉദ്ദേശിക്കുന്നവരല്ലേ? സഫ മർവ. മർവയിൽ നിന്നിറങ്ങുമ്പോ കാണുന്ന പർവ്വതം ഇപ്പൊ അത് ബിൽഡിംഗ് ആണ്, രാജാവിന്റെ കൊട്ടാരമാണ്. ആ ബിൽഡിങ്ങിന്റെ അതിന്റെ പേരാണ്, ഏത് പേര്? ജബൽ അബുൽ ഖുബൈസ്. അള്ളാഹ് ഉണ്ടാക്കിയ ആദ്യത്തെ മല ജബൽ അബുൽ ഖുബൈസ് ആണ്. അതിന്റെ മുകളിൽ നിന്ന് ചന്ദ്രനെ പിളർത്തി കാണിക്കാമോ മുഹമ്മദേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എതിരാളികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം